ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പത്തനംതിട്ടയിലെ മെഴുവേലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിവാഹിതയായ ഒരു യുവതി പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെ അടുത്തുള്ള വീടിൻ്റെ മതിലരികിൽ ഉപേക്ഷിച്ച സംഭവം 2 ദിവസമായി വാർത്തകളിലൂടെ നാം അറിയുന്നുണ്ട്. ഞാനും അറിഞ്ഞിരുന്നു. അതിൻ്റെ ഇൻക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോലീസ് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ തലക്കേറ്റ ക്ഷതമാണ് കുഞ്ഞിൻ്റെ മരണകാരണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അവർക്കെതിരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പീഡനങ്ങൾ എല്ലാം ദിവസവുമുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒരു ആശ്ചര്യമൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായി തോന്നിയത് മറ്റൊന്നുമല്ല. ഈ അവിവാഹിതയായ യുവതിയുടെ കൂടെ അച്ഛൻ, അമ്മ, സഹോദരി, അമ്മൂമ്മ തുടങ്ങിയ ഒരു കൂട്ടുകുടുംബം തന്നെയുണ്ട്. നമുക്കറിയാം, ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ കാണപ്പെടും. അതൊന്ന് എന്ന് പറയുന്നത് ആദ്യകാല തുടക്കങ്ങളിലൊന്നും ഒരുപക്ഷെ ഗർഭിണിയാണെന്ന് തിരിഞ്ഞില്ലെങ്കിലും പുറകെയുള്ള മാസങ്ങളിൽ തീർച്ചയായും ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടിനുള്ളിൽ, ഒരു കൂരയ്ക്കുള്ളിൽ കഴിയുന്ന ആൾക്കാർക്ക് അത് ബോധ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയുന്നത്, ഇവരുമായി, കുടുംബവുമായി ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലക്ഷ്മി, ഇവരാണ് ഈ യുവതിയെ പരിശോധിച്ചത്. അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ നിന്ന് എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടി ഇവരെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഇവരുടെ മറുപിള്ളയ്ക്ക് 2 ദിവസത്തെ പഴക്കമുള്ളതായിട്ടും യുവതി പ്രസവിച്ചതായിട്ടും ഡോക്ടർക്ക് തിരിയുന്നത്. ആവർത്തനമായി ഈ യുവതിയോട് എവിടെയാണ് കുഞ്ഞ് എന്ന് ചോദിച്ചപ്പോഴാണ് കുഞ്ഞ് ഇങ്ങനെ വീടിനടുത്തുള്ള, തൊട്ടടുത്ത വീടിൻ്റെ മതിലിനോട് അടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് വെച്ചതായിട്ട് ഈ യുവതി സമ്മതിക്കുന്നത്. ഈ യുവതി പോലും ആദ്യം താൻ പ്രസവിച്ചിട്ടില്ല എന്ന മൊഴിയാണ് ഡോക്ടർക്ക് നൽകിയത്. പിന്നീടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായത് കൊണ്ടായിരിക്കണം അവരിത് സമ്മതിക്കുകയും അവിടെ പോലീസ് എത്തി നോക്കുമ്പോഴേക്കും കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി സമയത്ത് യുവതി തറയിലേക്ക് തല കറങ്ങി വീഴുകയും ആ വഴി ആയിരിക്കണം കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത് എന്നും ആണ് ഇപ്പോഴത്തെ കണ്ടെത്തലായിട്ടുള്ളത്. വിചിത്രകരമായി ഈ കുടുംബത്തിൻ്റെ വാദത്തോടാണ് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത്. കാരണം ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും നമുക്കത് ഒരുപക്ഷെ കണ്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നും നമുക്ക് രക്ഷിതാക്കളോടോ പാരൻസിനോടോ അവർ ഭയന്ന് പറഞ്ഞില്ല എന്നും വരാം. പക്ഷെ പിന്നീടുള്ള സമയങ്ങളിൽ ഈ യുവതി പൂർണ്ണ ഗർഭിണിയായിട്ടാണ് പ്രസവിച്ചിരിക്കുന്നത്. പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ച ഒരു യുവതിയുടെ ശരീരം സാധാരണ ഒരു സ്ത്രീകളുടെ ശരീരം പോലെ ആയിരിക്കില്ല. കാരണം നമുക്കറിയാം, വയർ ഓട്ടോമാറ്റിക്കലായി വലുതായിക്കൊണ്ടിരിക്കും. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് നമ്മുടെ വയർ വലുതായിക്കൊണ്ടേയിരിക്കും. അതിലൂടെ തന്നെ നമുക്ക് എങ്ങനെ ആയാലും, അത്രത്തോളം വയറൊന്നും വന്നില്ലെങ്കിലും എങ്ങനെയായാലും വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം തിരിച്ചറിയാൻ തീർച്ചയായും കഴിയും. കാരണം ഈ കുടുംബത്തിനുള്ളിൽ പഴയ കാലത്തുള്ള ആൾക്കാർക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിടികിട്ടുക. അമ്മ, സഹോദരി, അതുപോലെ തന്നെ അമ്മൂമ്മ എല്ലാവരും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം ഡോക്ടർ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ വിവരവും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇത് അറിഞ്ഞില്ല, പ്രസവിച്ചിട്ടില്ല എന്ന മട്ടിലുള്ള സംസാരമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി എന്ന് പറയുന്നത് അത്രത്തോളം ത്യാഗപരമായിട്ടുള്ള ഒരു കാര്യമാണ്. തൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തെ പുറത്തേക്ക് എടുക്കുകയാണ്. പ്രാണൻ പോകുന്ന വേദന അനുഭവിച്ചിട്ടാണ് ഓരോ സ്ത്രീകളും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്.
വളരെ ലാഘവത്തോടു കൂടി പണ്ടുള്ള കാലങ്ങളെ അമ്മമ്മമാർ പറയുന്നത് കേൾക്കാം. ഞാൻ അരി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസവിച്ചിട്ട് വന്നു. പ്രസവത്തെ ലാഘവീകരിച്ചിട്ട് പറയുന്നു എന്ന് മാത്രമാണ്. ഇത്രത്തോളം വേദന സഹിച്ചിട്ടാണ് ഓരോ സ്ത്രീകളും ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത്. തൻ്റെ വീടിൻ്റെ ശുചിമുറിയിൽ പ്രസവിച്ച ഈ യുവതി ഒരു ഒച്ച പോലും ഉണ്ടാക്കാതെ, ഒരു മൂളൽ പോലും ഉണ്ടാക്കാതെ എങ്ങനെയാണ് ഡെലിവറി സ്വന്തമായി എടുത്തത്? കുഞ്ഞിനെ പ്രസവത്തിന് ശേഷം അപ്പുറത്തെ മതിലരികിൽ ഉപേക്ഷിച്ചത്? ഇതൊന്നും ഈ വീടിനുള്ളിലുള്ള ആൾക്കാരാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു മറുപടിയാണ്. ചിന്തിക്കേണ്ടതാണ്. വീടിനുള്ളിൽ ശൗചാലയത്തിനുള്ളിൽ ഒരാളൊരു കുളിക്കുമ്പോൾ പോലും നമുക്കറിയാം, കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്ന ഒച്ച പോലും കേൾക്കും. അപ്പോൾ ഒരാൾ പ്രസവിക്കുന്ന ഒച്ച കേട്ടിട്ടില്ല ഈ വീടിനുള്ളിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്നിരുന്നാലും ഡോക്ടറോട് അവർ പറഞ്ഞിരിക്കുന്ന മറുപടി തങ്ങൾക്കിതുമായി യാതൊരുവിധ ബന്ധവും ഇല്ലെന്നാണ്. യുവതിയും ഇത് ആദ്യം സമ്മതിച്ചിട്ടില്ലായിരുന്നു. എത്ര സാധാരണ നോർമൽ പ്രസവമാണെങ്കിൽ കൂടിയും ഒരു മൂളലോ ഒരൊച്ചയോ ഇല്ലാതെ, നമുക്കൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, പ്രസവിക്കാൻ പോകുന്ന യുവതികളുടെ അലമുറയിട്ട് കരയുന്ന ഒച്ച. അത് ഓരോ ഡോക്ടറുടെയും ചില അനുഭവങ്ങളാണ്. നമ്മളെല്ലാവരും, ഇപ്പം ഞാനൊക്കെ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മയാണ്. ഓരോ പ്രസവവും വളരെ ലാഘവത്തോടു കൂടി പോയി പ്രസവിച്ചിട്ട് വരുന്നതല്ല. അത്രത്തോളം കഷ്ടപ്പെട്ട് ഒച്ച എത്ര അമർത്തി പിടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നും ആ ഒരു ജീവൻ പുറത്തു വരുമ്പോൾ അത്രത്തോളം പ്രാണൻ പിടയുന്ന വേദന സഹിച്ചിട്ടാണ് എല്ലാവരും സ്ത്രീകളും പ്രസവം എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നത്. അപ്പോൾ വീടിനുള്ളിൽ വെച്ച് പ്രസവിച്ച് സ്വന്തമായി പൊക്കിൾക്കൊടി മുറിച്ചു കളഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച ഈ ഒരു സംഭവം വീടിനുള്ളിലുള്ള മറ്റു ആൾക്കാരും അറിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രയാസകരമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രസവിച്ച യുവതി ഇപ്പോൾ ശാരീരികമായി നല്ല രീതിയിലല്ല ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ICUവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും സത്യം തെളിയട്ടെ. മരണവും ജനനവും ഒക്കെ ഒരു സത്യമാണ്. അത് എന്നായാലും മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ. മാതൃകാപരമായി അവർക്കുള്ള ശിക്ഷ നീതിന്യായ വ്യവസ്ഥ നൽകട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.